ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ വാട്സപ്പിൽ വരുന്നുണ്ട്. എല്ലാം സ്കിൻ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ ഗ്ലൂട്ടാത്തിയോൺ എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ എന്താ അതിൻ്റെ ഐവിയോ അങ്ങനെയൊന്നുമല്ല, അതൊരു സിറമാണ് കേട്ടോ. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്ത് സിറമാണ് ഏറ്റവും നല്ലതെന്നൊക്കെ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്ത സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിറമാണ്. ഈ സിറമാണ് ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഞാൻ പറയുന്നതിന് മുന്നേ വേറെ പല സിറം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാറ്റിയാണ് യൂസ് ചെയ്യുന്നത്, കാരണം നമുക്ക് അങ്ങനെ റിവ്യൂ പറയണം. അപ്പം ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നിട്ട് കാര്യമില്ല. നമുക്ക് മാറ്റി യൂസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ സജഷൻസ് വരാം. പിന്നെ അതെനിക്ക് ചിലപ്പം സ്കിന്നിന് സ്യൂട്ട് ആകുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയാലേ, ഇപ്പം എൻ്റെ സ്കിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്. പക്ഷേ എന്നിരുന്നാലും ഇതിനുള്ള സെൻസിറ്റീവ് സ്കിന്നുള്ള അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ള ടൈപ്പ് സാധനങ്ങൾ തന്നെ വാങ്ങിച്ചാൽ ചിലപ്പോൾ എനിക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പം ചിലപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഓക്കെ ആകുന്നില്ല എന്ന് കണ്ടാൽ ഞാൻ അപ്പം സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്തൊരു സിറത്തെക്കുറിച്ചാണ് പറയുന്നതിനെക്കുറിച്ച്. ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിക് ന്യൂട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ ഫേസ് സിറമാണ് കേട്ടോ. ഇത് 30 ml ഉള്ളൂ. ഇത് കൊറിയയുടെ പ്രൊഡക്റ്റാണ് കേട്ടോ, കൊറിയൻ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഷൈനിങ് വരും, ഒരു ഗ്ലാസ് ക്ലിയർ സ്കിന്നായിട്ടൊക്കെ ആക്കി തരാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഗ്ലൂട്ടാത്തിയോൺ ആണ്. ഇതിൻ്റെ ഗ്ലൂട്ടാത്തിയോൺ സിറമാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അപ്പോൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ സ്കിൻ വൈറ്റൻ ആകുമോ എന്നുള്ളതൊക്കെ. അങ്ങനെയൊന്നും ആവത്തില്ല. ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരും, ചെറിയതായിട്ട്, വളരെ മൈന്യൂട്ടായിട്ട്. അതായത് നമ്മുടെ ഗ്ലൂട്ടാത്തിയോണൊക്കെ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുമല്ലോ, അപ്പോൾ ഉള്ള ആ ഒരു റിസൾട്ടൊന്നും ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. നമ്മുടെ സ്കിന്നൊന്ന് ഷൈൻ ചെയ്യും, ഒന്ന് ഗ്ലോ ചെയ്യും. പിന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് ഫെയ്ഡ് ആവാൻ തുടങ്ങി. എനിക്കങ്ങനെ പാടുകളുടെ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ പീരിയഡ്സിൽ വരുന്ന ആ ഒരു പിമ്പിൾസ് വരും, അത് ചെറിയൊരു പാട് ഞാൻ എങ്ങനെയൊക്കെ മായ്ച്ച് റെഡിയാക്കാണ്ട് നോക്കും കേട്ടോ. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മളല്ലാതെ സ്കിൻ കെയറുകൾ ചെയ്യുന്നുണ്ട്. ഓയിൽ അല്ലെങ്കിൽ ഫേസ് പാക്ക് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിറം എനിക്ക് യൂസ് ചെയ്തതിൽ ഓക്കെ ആണ് കേട്ടോ. ഞാൻ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആയി കിട്ടുന്നുണ്ട് നമുക്ക്. അതായത് ഞാൻ സൺസ്ക്രീൻ ഇടുന്നതിന് തൊട്ട് മുന്നേ സിറം യൂസ് ചെയ്യാറുണ്ട്. ഡയറക്റ്റ്ലി സൺസ്ക്രീൻ എൻ്റെ ഫേസിൽ ഞാൻ ഇട്ട് കൊടുക്കാറില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒരു കരിവാളിപ്പ് പോലെയൊക്കെ തോന്നാറുണ്ട്. പ്രത്യേകിച്ച് SPF കൂടുതലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം എല്ലാവരും ഒരു സിറം യൂസ് ചെയ്യാണ്ട് നോക്കുക ഫേസിൽ. എന്നിട്ട് അതിന് ശേഷം ഒരു സൺസ്ക്രീൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ സൺസ്ക്രീൻ ഡയറക്റ്റ്ലി ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. പിന്നെ നമ്മുടെ സ്കിന്നിനുള്ള സ്യൂട്ടാവുന്ന സാധനങ്ങൾ തന്നെ നമ്മൾ മേടിച്ചാലും, അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഓയിലി സ്കിന്നാണ്, സെൻസിറ്റിവിറ്റി നന്നായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്കിൻ ആ ഒരു ടൈപ്പിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചാൽ പോലും നമ്മുടെ സ്കിന്നിന് ചിലപ്പോൾ സ്യൂട്ട് ആവണമെന്നില്ല. എനിക്ക് അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ഇപ്പോൾ ഈ ഒരു സാധനമാണ്, ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 1260 പക്ഷേ ഓഫറൊക്കെ ഉണ്ട്. അപ്പം ഇത്ര റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം ഇതെന്നല്ല, ഏതൊരു പ്രൊഡക്റ്റിനും അത് ആപ്ലിക്കബിൾ ആണ് കേട്ടോ. ഏത് പ്രൊഡക്റ്റ് ഇപ്പം വാങ്ങിച്ചാലും എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നതായിരിക്കത്തില്ല മറ്റൊരാളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നത്. അതെപ്പോഴും മൈൻഡിൽ വെച്ചേക്കുക. അപ്പോൾ അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരൊറ്റ സാധനം യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ അങ്ങനെ അത് എപ്പോഴും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ എൻ്റെ സ്കിന്നിന് ചിലപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കളയും കേട്ടോ. അതങ്ങനെയാണ്. അപ്പം പക്ഷേ ഇതെനിക്ക് ഈ സിറം ഞാനിപ്പോൾ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഒസീബയുടെ സിറം അങ്ങനെ പല ബ്രാൻഡുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ വീഡിയോ നമ്മുടെ ചാനലിലൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടി തീരാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് എന്തായാലും അടുത്തത് പർച്ചേസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിരിക്കത്തില്ല, കാരണം നമുക്ക് റിവ്യൂസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് മെയിലും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒത്തിരി ഗ്യാപ്പായില്ലേ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാറില്ല. അത് കുറേ സാഹചര്യങ്ങൾ കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കാണെങ്കിലും വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ മെയിനായിട്ടുള്ള നിയാസിനമൈഡ്, ആർബ്യൂട്ടിൻ, ഗ്ലൂട്ടാത്തിയോൺ, വിറ്റാമിൻ C അങ്ങനെ നമ്മുടെ സ്കിന്നിന് ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട്, ടാൻ റിമൂവ് ചെയ്യാൻ, റിങ്കിൾസ് മാറ്റാനായിട്ട്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. എനിക്കിത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്തുള്ളൊരു സിറമാണ് കേട്ടോ. കണ്ടോ, അടിപൊളി പാക്കിംഗ് ആണ്. ഞാൻ എപ്പോഴും പാക്കേജിങ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കും.
നല്ല ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. സിറം ഗ്ലാസ് ബോട്ടിലിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. നല്ല അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. യൂസർ ഫ്രണ്ട്ലി ആണിത് കേട്ടോ. സിറം നമുക്ക് അധികം ഒന്നും യൂസ് ചെയ്യണ്ട. കണ്ടോ, ഇതിങ്ങനെ ഒരു 3-4 തുള്ളി മതി. എന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, മതി. പെട്ടെന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. ഒരു സ്റ്റിക്കി ഫീലില്ല, അങ്ങനെയൊന്നുമില്ല. കണ്ടോ, ഒരു ഗ്ലോയിങ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് അങ്ങനെ സ്റ്റിക്കി ആയിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് സ്കിന്നിൽ അടിപൊളിയായിട്ടിരുന്നോളും. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണ്, അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഞാനിത് പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോസ് ചെയ്യാൻ നോക്കും. അപ്പോൾ ഈ ഒരു സിറം എനിക്ക് ഓക്കെയാണ് കേട്ടോ, പക്ക ഓക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേയും ഓക്കെ ആയിട്ടുള്ള സിറത്തിൻ്റെയൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്തേ പറ്റുള്ളൂ. നമുക്കൊന്നാമത് റിവ്യൂസ് അപ്ഡേറ്റ് ചെയ്യണം. ഓരോരുത്തരുടെയും അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്കിങ്ങനെ മാറ്റി യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് വരും ഇതിനെക്കുറിച്ചൊന്ന് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമുക്കിങ്ങനെ മാറ്റി യൂസ് ചെയ്യേണ്ട ഒരു കാര്യം വരുന്നത് കേട്ടോ. അതെല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. ബൈ.